the Congress workers and our partners. That is the present national context. They feel Rahulji should contest one seat from South India. This request and demand was mainly raised by Karnataka, Kerala and Tamil Nadu. There was deliberations here also. After that, all of us requested Rahulji that ignoring the unanimous request from southern states is not correct. So Rahulji must accept their demand. Finally, he has given his consent, and that now I am very happy to inform you that Rahul Gandhi will contest from Wayanad parliamentary constituency from Kerala. വയനാട്ടിൽ മത്സരിക്കുമെന്ന കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എ കെ ആന്റണി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണ്. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി മറ്റാരുമല്ല, രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇതാ കേരളത്തിൽ മത്സരിക്കാൻ വരുന്നു. രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെന്ന് എ കെ ആന്റണി പ്രഖ്യാപിച്ചിരിക്കുന്നു. Wayanad will suit this more than any other seat because Wayanad, even though it is in Kerala, it's a tri-junction. Wayanad parliament seat is a tri-junction. On the one side, Tamil Nadu. Nearest border constituency is Nilgiris and other areas. And Tamil Nadu, Nilgiris, Theni and other districts. Karnataka, the nearest constituency is Chamarajanagar, but border to the entire old Mysore. So it's a tri-junction. Situated in Kerala, but surrounded by Karnataka and Tamil Nadu. So all of us felt that would be the ideal state constituency that will, in a way, satisfy the sentiment of all the three southern states. So finally, it has decided Rahul Gandhi will contest from Wayanad district, Wayanad parliamentary constituency in Kerala. Other questions? आदरणीय मित्रों, जैसा श्री ए के एंटनी जी ने कहा, आज एक सुखद दिन है. ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോൺഗ്രസ് നിരവധി ദിവസങ്ങളിൽ ഇങ്ങനെ ആശയക്കുഴപ്പവും വരും ഇല്ല എന്ന ചർച്ചകൾക്കൊടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഖ്യാപനത്തിനായി എ കെ ആന്റണി തന്നെ നേരിട്ട് വരികയും ചെയ്തിരിക്കുന്നു. എ കെ ആന്റണി പ്രഖ്യാപിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വയനാട്ടിലാണ്. വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മറ്റാരുമല്ല, രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഖം. അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു, വയനാട്ടിൽ മത്സരിക്കുന്നു. ഏറ്റവും ഉറച്ച മണ്ഡലത്തിൽ അതിശക്തമായുള്ള പോരാട്ടം കാഴ്ചവെച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായി രാഹുൽ ഗാന്ധി വരികയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു എന്നത് കോൺഗ്രസുകാരുടെ ആവേശത്തെ
വളരെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിനെ 20 മണ്ഡലങ്ങളിലും അതിശക്തമായി സ്വാധീനിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും വലിയ ഊർജ്ജം നൽകുന്നൊരു തീരുമാനമാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. 20 മണ്ഡലങ്ങളിലെയും വിജയം, 5 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം എന്നതാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യം സംബന്ധിച്ച് ആദ്യം ആഗ്രഹപ്രകടനം നടത്തിയ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നത്. ആ നിലക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ അവർക്ക് ഊർജ്ജം നൽകുന്നൊരു തീരുമാനം, ദേശീയ അധ്യക്ഷൻ മത്സരിക്കുന്നെന്ന തീരുമാനം വന്നിരിക്കുന്നു. നമുക്ക് ചർച്ചകൾക്കായി അതിഥികളുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ, ശ്രീ ജേക്കബ് ജോർജ് തിരുവനന്തപുരത്ത്, ശ്രീ NP ചേക്കുട്ടി കോഴിക്കോട്ടൊപ്പം ശ്രീ രാജീവ് ദേരാജും TJ ശ്രീലാലും എനിക്കൊപ്പം ചേരുന്നുമുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, എത്രക്ക് ആവേശം പകരുന്നതായിരിക്കും? സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ആകെ തന്നെയും സ്വാധീനിക്കുന്ന ഒന്നായി മാറുമോ ഈ വരവ്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇത് UDFന് പ്രത്യേകിച്ച് ഒരു ഗുണവും നൽകുന്ന എനിക്ക് തോന്നുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധി ഏറ്റവും ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് വയനാട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമല്ലോ. ഇത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു, അദ്ദേഹം അതിലെടുത്ത് തുടങ്ങി, അദ്ദേഹം പോസ്റ്റ് അടിപ്പിച്ചു, അതിനുശേഷം ആ സ്ഥാനാർത്ഥിയോട് മാറി നിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ചത്തേക്ക് പിന്നെ ഒരു അനക്കവുമില്ല. ആളുകൾക്ക് സംശയമായി, ആശങ്കയായി, ആകാംക്ഷയായി, വേവലാതിയായി. അത് വലിയൊരു ചർച്ചാ വിഷയമായതിനു ശേഷം ദാ വരുന്നു രാഹുൽ ഗാന്ധി. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. നേരത്തെ UDFനുള്ള മേൽക്കൈ ഇപ്പോഴും ഉണ്ട്. ആ മേൽക്കൈ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ എങ്ങനെ കാണും അതിനെ? അവിടെ കുറേ MI ഷാനവാസ് 2 തവണ ജയിച്ച സീറ്റ്, ഷാനവാസിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ അല്പം കുറഞ്ഞുവെങ്കിൽ പോലും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കോട്ടയാണ്, കേന്ദ്രമാണ് വയനാട് എന്ന് പറയാതെ വയ്യ, പുതിയ വയനാട്. അപ്പം മുസ്ലിം ലീഗിന് വളരെ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ വയനാട്ടിലുണ്ട്. എന്തുകൊണ്ടും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ച് സുഗമമായിട്ട് ജയിക്കാൻ, കംഫർട്ടബിളായിട്ട് ജയിക്കാൻ പറ്റിയ ഒരു മണ്ഡലം തന്നെയാണ് വയനാട്. പിന്നീട് രാഹുൽ ഗാന്ധി വരുമ്പോഴത്തേക്കും മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രചാരണ രീതിയും സ്വഭാവവും ഒക്കെ മാറും. അത് സമീപ മണ്ഡലങ്ങളെയും മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ, UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും. UDF സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത് എന്ന് ഓർക്കുക. UDF സ്ഥാനാർത്ഥി വേഴ്സസ് LDF സ്ഥാനാർത്ഥി എന്നായിരിക്കും. ഈയിടെ അദ്ദേഹം എറണാകുളത്ത് വന്നപ്പോൾ UDF യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എന്ന കാര്യം ഓർക്കണം. അതൊക്കെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം UDF യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. എന്തുകൊണ്ടും ഇപ്പോൾ ലീഗ് ആശങ്ക പ്രകടിപ്പിച്ചു, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വരുന്നില്ല, എന്താണ് തീരുമാനം വൈകുന്നത് എന്നൊക്കെ. ഒരു കാരണവശാലും അത് എന്തൊക്കെ നോക്കിയാലും, എങ്ങനെയൊക്കെ നോക്കിയാലും രാഹുൽ ഗാന്ധിയുടെ വരവ് UDFന് ഒരു പുതിയ ഉണർവ് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ ഉണർവ് നൽകും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ശ്രീ NP ചേക്കുട്ടി, ഇവിടെ വയനാട്ടിലെ വരവ് സംബന്ധിച്ച് പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. വയനാട്ടിലെ വിധി എന്താകുമെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് തന്നെയും വലിയ സംശയം ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്സുകാർക്കെങ്കിലും. വലിയ ഭൂരിപക്ഷം മുന്നേറ്റം അവർക്കുണ്ടാക്കാനാകുന്ന മണ്ഡലമാണത്. പക്ഷേ രാഷ്ട്രീയമായിട്ട് എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഇടതുപക്ഷത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടെയുണ്ട്. രാഷ്ട്രീയമായിട്ട് എങ്ങനെയായിരിക്കും കേരളത്തിലെ ആകെ തന്നെയും തെരഞ്ഞെടുപ്പ് രംഗത്തെ, തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള രാഷ്ട്രീയത്തെ പോലും അത് സ്വാധീനിക്കുക? തീർച്ചയായും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ചില ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്താൻ ഈ സന്ദർഭം സഹായിക്കുക. അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയല്ലല്ലോ നിങ്ങളുടെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട എതിരാളി, നിങ്ങൾ BJPക്ക് എതിരായിട്ടാണല്ലോ നിൽക്കുന്നത് എന്ന ചോദ്യം ഉയർത്തും. പക്ഷേ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം കേരളത്തിൽ എടുക്കുന്ന നിലപാടുകൾക്ക് അവർക്ക് മറുപടി പറയേണ്ടതായിട്ട്. കാരണം ഇടതുപക്ഷം എതിർക്കുന്നത് ഈ കോൺഗ്രസിനെയും ദേശീയ തലത്തിൽ BJP എതിർക്കാൻ ഏറ്റവും ശക്തിയുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ആ തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ട് വലിയ ചർച്ച ഉയർന്നു വരും, വളരെ ശക്തമായിട്ടുള്ള ചർച്ചകൾ. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ഇവിടെയുള്ള UDF സംവിധാനം അങ്ങേയറ്റം എനർജൈസ്ഡ് ആകും. അതിനകത്ത് ഒരുപാട് ഗ്രൂപ്പ് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു UDF മുന്നണിയായിട്ട് വരികയും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഈ കേരളത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു മുന്നേറ്റത്തിന് സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ഉണ്ടാകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം അത് ശക്തമായി ഒരു ദേശീയ ഫോക്കസിലേക്ക് കേരളത്തെ കൊണ്ടുവരുന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം, UDF രാഷ്ട്രീയം വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് അവരെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, അതെങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാനാവുക? ഇവിടെ ഈ UDFന് വലിയ തോതിലുള്ള ഊർജ്ജം നൽകുക, അത് സ്വാഭാവികമായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുക എന്നതല്ലേ ഉണ്ടാവുക. ഇപ്പോൾ ദേശീയ തലത്തിൽ ഈ ഒരു BJP വിരുദ്ധ സഖ്യത്തിൻ്റെ നേതാവ് ആ സഖ്യത്തിനകത്ത് ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും നിൽക്കുന്ന ആ സഖ്യ സൗഹൃദ കക്ഷികൾക്കകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന
വിമർശവും നിർദ്ദേശവും ഒക്കെ സ്റ്റാലിനും ശരത് പവാറും തൊട്ടുള്ള ആളുകൾ മുന്നോട്ട് വെച്ചപ്പോൾ പോലും അതെല്ലാം തട്ടിമാറ്റിയിട്ട് നിഷേധിച്ചിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നതിന് ഒരു കാരണമുണ്ടാകുമല്ലോ, കേരളത്തിലെ നേതാക്കൾക്കെങ്കിലും ഇവിടെ വലിയ ഊർജം കിട്ടും എന്നത്. അത് നമുക്ക് നിഷേധിക്കാനാവുന്നതാണോ? ഞാൻ പറഞ്ഞല്ലോ, അത് ആദ്യഘട്ടത്തിൽ അമേത്തി സീറ്റിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ തീരുമാനിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ തെക്കേ ഇന്ത്യയിൽ ഒരു സീറ്റിൽ കൂടി മത്സരിക്കുന്നുണ്ട്, അത് കേരളത്തിലായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഒരു ന്യായമുണ്ട്, ഒരു മര്യാദയുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പും തമ്മിലും ഗ്രൂപ്പില്ലാത്തവർ തമ്മിലും ഏറ്റവും അധികം കടിപിടി നടന്ന ഒരു മണ്ഡലമല്ലേ വയനാട്. ആ ഘട്ടത്തിൽ അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹത്തിന് പറയാമല്ലോ വയനാട്ടിൽ ഞാൻ മത്സരിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ കെ സി വേണുഗോപാലും എ കെ ആന്റണി ഉൾപ്പെട്ടതാണല്ലോ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി. ആ കമ്മിറ്റിയിലിരിക്കുന്ന മാന്യ മലയാളി മെമ്പർമാർക്ക് പറയാമല്ലോ ഇവിടെ രാഹുൽജി മത്സരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അതിന് പകരം സിദ്ദിഖ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വിഡ്ഢിവേഷം കടിച്ചു നിർത്തി. അയാൾ 2-3 ദിവസം പ്രചരണം നടത്തിയപ്പോൾ അയാളെ മാറ്റി പിന്നെ 8-9 ദിവസം കാത്തിരിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ 2ാം വരവ് പോലെ ഇന്ന് വരും നാളെ വരും ധരിച്ച്. അതൊക്കെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള മതിപ്പ് നഷ്ടപ്പെടാനേ ഗുണമുണ്ടായിട്ടുള്ളൂ. ഏത് മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരാൾ, ഒരു കിങ്ങിണിക്കുട്ടൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന സീറ്റ് നിങ്ങളത് ആലോചിച്ച് നോക്കും. ഇയാൾ പ്രധാനമന്ത്രിയായ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ? എനിക്ക് അതിനെക്കുറിച്ചാണ് വേവലാതി. അവിടെ സിദ്ദിഖ് മത്സരിച്ചാലും ജയിക്കും. സിദ്ദിഖ് ജയിക്കില്ലാത്തതുകൊണ്ടല്ലോ അദ്ദേഹത്തെ മാറ്റിയത്. അല്ലെങ്കിൽ കെ മുരളീധരൻ്റെ ജയസാധ്യത ഇതുകൊണ്ട് കൂടുതൽ വിചാരിച്ചിട്ടാണോ? അല്ല, രാഹുൽ ഗാന്ധി അമേത്തിയിൽ നിന്നാൽ തോറ്റുപോകും എന്ന തോന്നലുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം കൂടെ വരുന്നത്. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഒരു മനസ്സിലായില്ലേ? ഇതല്ലേ പ്രശ്നം. ഈ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ല, പ്രാപ്തിയില്ല. അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണെന്നുകൊണ്ട് ഒരു ഫലവുമില്ല എന്നാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. അതാണ് പ്രശ്നം. ആ തരത്തിലുള്ള വിമർശനങ്ങൾ കൂടെ വരും സ്വാഭാവികമായിട്ടും. വയനാട്ടിൽ മത്സരിക്കാൻ വരുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത്, ദൂരെ നിന്നാണ് വരുന്നത്, മറ്റൊരിടത്ത് നിന്ന് ഉറച്ച സീറ്റ് തേടി വരികയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടെ വരും. ശ്രീലാൽ, ഇവിടെ പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഊർജ്ജം നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും ഈ വല്ലാത്ത തോതിലുള്ള നീട്ടിപ്പോകൽ, ആദ്യം ആഗ്രഹപ്രകടനം നടത്തിയ ആളുകൾ പിന്നീട് വന്നിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന അവസ്ഥ, അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാവുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ. സനീഷ്, ഈ ദിവസങ്ങൾ 8 ദിവസം നീളണമായിരുന്നോ ഈ ഒരു പ്രഖ്യാപനത്തിന് ചോദ്യം സ്വാഭാവികമായും ഉയരാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ആദ്യ ദിവസം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമായിരുന്നു. രാഹുൽ ഗാന്ധി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. രാഹുലിന് സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് ഇത്രയും ചർച്ചകൾ വേണ്ടിയിരുന്നോ? അതും വയനാട് പോലും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തീർച്ചയായും സ്വാഭാവികമായും ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരും. പക്ഷേ അതെല്ലാം രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടെ അവസാനിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ ചോദ്യങ്ങൾ നീളാനുള്ള സാധ്യതയുമില്ല. രാഹുൽ വരുന്നു, രാഹുൽ മത്സരിക്കുന്നു എന്ന് ഉറപ്പാകുമ്പോൾ ഇനി എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ള ചോദ്യത്തിൽ നിന്നും പ്രസക്തിയില്ലാതെ പോകുന്നു. 2, അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും, അമേഠിയിൽ രാഹുൽ തോക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രചാരണമുണ്ട്, അതുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു. ഇത് കേരളത്തിലെ മണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേഠിയിൽ എന്ത് സംഭവിച്ചാലും രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ, അത് കോൺഗ്രസ് പ്രസിഡന്റ് കേരളത്തിലേക്ക് വരുമ്പോൾ, അത് കേരളത്തിൽ UDFന് ഒന്നാകെ ഒരു വലിയ ഊർജ്ജം പകരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇത് LDFന് ദോഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്നത് BJPക്കാണ് എന്നൊരു പക്ഷം കൂടി എനിക്കുണ്ട്. അതായത് ശബരിമല അടക്കമുള്ള വിഷയം ഉയർത്തി BJP ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ വികാരം, അതിൻ്റെ ഗുണം BJPയിൽ നിന്ന് മാറി കോൺഗ്രസിന് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി വരുന്നു. 2 ഘടകങ്ങൾ വരുന്നു. 1, മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടം. 2, ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെക്കാളും പ്രിയങ്ക ഗാന്ധിയെക്കാളുമെല്ലാം വലിയൊരു ഹിന്ദു വേറെ ആരുമില്ല എന്നൊരു പ്രചാരണം ദേശീയ തലത്തിൽ വന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അയോധ്യയിൽ പോകുന്നു, രാഹുൽ ഗാന്ധി സോമനാഥ ക്ഷേത്രം സന്ദർശിക്കുന്നു. ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രചാരണത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഹിന്ദു പ്രചാരകർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. അപ്പോൾ ശബരിമലയുടെ പേരിൽ ഉണ്ടാകുന്ന ഒരു വികാരം BJPയിൽ നിന്നും ഒരു ഷിഫ്റ്റ് ആകാനുള്ള സാധ്യത, അത് കോൺഗ്രസിലേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യത, ഇടതു വോട്ടുകളിൽ നിന്ന് എന്തായാലും വലിയ വിള്ളൽ ഉണ്ടാകാൻ സാധ്യത രാഹുൽ ഗാന്ധി വന്നാലും ഉണ്ടാകില്ല. പക്ഷേ ഈ ഒരു വോട്ട് ശബരിമലയുടെ പേരിൽ BJPക്ക് ലഭിക്കാമായിരുന്ന ഒരു ആനുകൂല്യം അത് എൻ ബ്ലോക്കായിട്ട് തന്നെ